ഹായ് ഓൾ വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് ആൻഡ് പ്രോസസർ ലോജിക് ഡിസൈനിനെ കുറിച്ചാണ്. സോ നമ്മൾ ഇതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ മുതൽ തുടങ്ങാം. നമ്മളൊരു ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എല്ലാം ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ലോജിക് ബേസ്ഡ് സിസ്റ്റം ആണ്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് ഗേറ്റ്സ്. അപ്പോൾ ഡിജിറ്റൽ സിസ്റ്റം ഈസ് ബേസിക്കലി അതിന്റെ നേച്ചർ എന്ന് പറഞ്ഞ സീക്വൻഷ്യൽ ആണ്, വിച്ച് ഇസ് ലോജിക് ബേസ്ഡ് ആണ്. And again, this is made of flip-flops and gates. അപ്പോൾ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് ബേസിക്കലി മെയ്ഡ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ബേസിക്കലി കുറെ സ്റ്റേറ്റ് ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. സോ ഇറ്റ് ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ് ടേബിൾസ്. അപ്പോൾ ഒരു ഡിജിറ്റൽ സിസ്റ്റം ലാർജ് സിസ്റ്റം ആകുമ്പോൾ അത്ര തന്നെ സ്റ്റേറ്റ് ടേബിൾസ് വരും. സോ ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഓൾസോ ഇൻക്രീസസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ states tables also increases depending upon the size of the digital system. So അങ്ങനെ എല്ലാ സ്റ്റേറ്റ്സിനെയും ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു ടീരിയസ് ടാസ്ക് ആണ്. So what we do is like we actually use a basic method of digital system is being handled using a modular approach. We are using a modular approach. മോഡുലാർ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഓരോ സെക്ഷനെയും മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ദിസ് മൊഡ്യൂൾസ് വിൽ ബി ഹാൻഡ്ലിംഗ് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഓർ ടാസ്ക്. സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയോ ടാസ്കിനെയോ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും ഈ ഓരോ മൊഡ്യൂൾ എന്നും പറയുന്നത്. ഈ മൊഡ്യൂളിനൊക്കെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന കൗണ്ടേഴ്സ് അല്ലെങ്കിൽ മക്സുകൾ ഓർ എൻകോഡേഴ്സ് ഡീകോഡേഴ്സ് ഒക്കെ ഓരോ മൊഡ്യൂൾസ് ആണ്. സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്ന സെഗ്മെന്റ്സ് ആണ് ഇതെല്ലാം. ഈ പറഞ്ഞ ഓരോ മൊഡ്യൂൾസിനെയും ഇന്റർകണക്ട് ചെയ്യുന്ന ഡിഫറെന്റ് പാത്സും എക്സിസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പൊ ഡേറ്റ പാത്ത്, ഓർഡൽസ് കൺട്രോൾ പാത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഓരോ സെഗ്മെന്റ്സ്. സോ this basically these modules and the corresponding interconnections together make a digital system. Digital system എന്ന് പറയുന്നത് ഈ പറഞ്ഞ കുറച്ച് സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്ന മൊഡ്യൂൾസും ആ മൊഡ്യൂൾസിനെ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്ന പാർട്സോ എന്തെങ്കിലും മീഡിയം വെച്ചിട്ടുള്ളതാണ് ഒരു ബേസിക്കലി ഒരു ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനൊരു ബേസിക് എക്സാമ്പിൾ എന്ന് പറയണമെങ്കിൽ നമ്മുടെയൊക്കെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ കറസ്പോണ്ടിങ് പ്രോസസർ യൂണിറ്റ്സ്, ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രോസസർ യൂണിറ്റ് ഓഫ് ദ ഡിജിറ്റൽ കമ്പ്യൂട്ടർ, പ്രോസസർ യൂണിറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് ഈസ് ഓൾ അബൌട്ട് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്. സോ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ ഇൻഫർമേഷൻ ഫ്ലോയെയും പ്രോസസ്സിങ്ങിനെയും ഡിസ്ക്രൈബ് ചെയ്യലാണ് ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്ന് പറയുന്നത്. സോ ദിസ് ബേസിക്കലി ഡിസ്ക്രൈബ്സ് അബൌട്ട് ദ information flow and processing എന്തിന്റെ about the data stored in register. ഡേറ്റയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ ഇൻഫർമേഷൻ ഫ്ലോയെയും പ്രോസസ്സിങ്ങിനെയും ഡിസ്ക്രൈബ് ചെയ്യുകയാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്ന് പറയുന്നത്. സോ ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ഓപ്പറേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് യൂസ് ചെയ്യും. സോ basically operations of a digital operation performed by a digital system can be explained with the aid of the four basic components of RTL. Register transfer logic in the four basic components വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഈ 4 ബേസിക് കോമ്പണൻസ് എന്താണെന്ന് നമുക്ക് നോക്കണം. ഫസ്റ്റ് വൺ ഈസ് ദ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ്. ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിലുള്ള സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സും അതിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷനിങ്ങുമാണ് ഫസ്റ്റ് കോമ്പോണന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കോമ്പോണന്റ്. സെക്കൻഡ് വൺ, ഈ കറസ്പോണ്ടിങ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബൈനറി കോഡഡ് ഇൻഫർമേഷൻ. സോ ബൈനറി കോഡഡ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദിസ് രജിസ്റ്റേഴ്സ് എന്നുള്ളതാണ് സെക്കൻഡ് തിങ്. തേർഡ് വൺ ഇസ് ആക്ച്വലി അബൌട്ട് ഇതേ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനിൽ ചെയ്യേണ്ടുന്ന കറസ്പോണ്ടിങ് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് ദ ഓപ്പറേഷൻ ദാറ്റ് നീഡ് ടു ബി പെർഫോം ഇൻ ദ ഡേറ്റ. ഓപ്പറേഷൻ ദാറ്റ് നീഡ് ടു ബി പെർഫോംഡ് ഇൻ ദ ഡേറ്റ വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റർ. നാലാമത്തത് എന്ന് പറഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് ഓപ്പറേഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്, ആ കറസ്പോണ്ടിങ് ഓപ്പറേഷനെ സീക്വൻസ് ഓഫ് ഓപ്പറേഷനെ എക്സിക്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള കറസ്പോണ്ടിങ് കൺട്രോൾ സിഗ്നൽസ് ഓർ കൺട്രോൾ ഫങ്ഷൻസ്. സോ ഇത്രയും സാധനങ്ങളാണ് ഫോർ ബേസിക് കമ്പോണൻസ് ഓഫ് RTL എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ, ആ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബൈനറി കോഡിന്റെ ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷനിൽ ചെയ്യേണ്ടുന്ന ഓപ്പറേഷൻ, ഈ കറസ്പോണ്ടിങ് ഓപ്പറേഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറസ്പോണ്ടിങ് കൺട്രോൾ സിഗ്നൽസ്.
ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ 4 കോമ്പണൻസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ്. ഈ കറസ്പോണ്ടിങ് ഇതിനെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് എന്നും പറയാറുണ്ട്. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ആണിത്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് ബേസിക്കലി ലാംഗ്വേജിൽ വരുന്നത് എന്ന് നോക്കാം. സോ ദിസ് ലാംഗ്വേജ് ഈസ് ബേസിക്കലി അബൌട്ട് എ സിംബോളിക് നൊട്ടേഷൻ. ഇതൊരു സിംബോളിക് നൊട്ടേഷൻസ് ആണ്, എന്തിനെയോ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ നൊട്ടേഷൻസ് എന്തിനെയൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് നോക്കണം. ഫസ്റ്റ് തിങ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന രജിസ്റ്റേഴ്സിനെ ഡിനോട്ട് ചെയ്യാനാണ്. സെക്കൻഡ് വൺ, ഈ രജിസ്റ്ററിലെ കണ്ടന്റിൽ ചെയ്യേണ്ട ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യാൻ, ടു ഡിനോട്ട് ദ ഓപ്പറേഷൻ ദാറ്റ് നീഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇൻ ദ കണ്ടന്റ് ഇൻസൈഡ് ദ രജിസ്റ്റർ. തേർഡ് വൺ വന്നിട്ട് കറസ്പോണ്ടിങ് കൺട്രോൾ സിഗ്നലിനെ ഡിനോട്ട് ചെയ്യാൻ, കറസ്പോണ്ടിങ് കൺട്രോൾ സിഗ്നൽ ടു പെർഫോം ദ കറസ്പോണ്ടിങ് ഓപ്പറേഷൻ. അതിന് വേണ്ടിയിട്ടാണ് സിംബോളിക് നൊട്ടേഷൻ. സോ ബേസിക് നൊട്ടേഷൻ is language is basically dealing with symbolic notation to represent the registers, the operations that need to be performed in the content in the register, and again the control signals to initiate that corresponding operation. Second thing register transfer logic ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ corresponding register transfer language statements ആണ്. register transfer language statements ആണ്. as we all know, statements ആണ് one by one execute ചെയ്യുന്ന instructions ആണ്. so ഇത് basically ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്നതിൽ ബേസിക്കലി രണ്ട് സെഗ്മെന്റ്സ് ആയിട്ടാണുള്ളത്. either it can be the control function or else it can be the micro operation. സോ കൺട്രോൾ ഫംഗ്ഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഒരു ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി, ഓപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൺട്രോൾ സർക്യൂട്ട്സ് കൊടുക്കുന്നത്. സോ ഇന്ന് നമുക്ക് കാണാനുള്ളത് ഈ മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ്. ഇതിലെ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ബേസിക് അല്ലെങ്കിൽ ഒരു എലമെന്ററി ഓർ ബേസിക് ഓപ്പറേഷൻസ് ആണ് ഈ മൈക്രോ ഓപ്പറേഷൻസിൽ അണ്ടറിൽ വരുന്നത്. സോ രജിസ്റ്ററിലുള്ള ഡേറ്റയിൽ പെർഫോം ചെയ്യുന്ന ബേസിക് ഓർ എലമെന്ററി ഓപ്പറേഷൻ. ദിസ് ബേസിക് ഓർ എലമെന്ററി ഓപ്പറേഷൻ പെർഫോം ഇൻ ദ ഡേറ്റ ഇൻ രജിസ്റ്റർ, അതിനെയാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻസ് പറയുന്നത്. ആൻഡ് അഗെയിൻ ഈ മൈക്രോ ഓപ്പറേഷൻസ് ഒരു ക്ലോക്ക് പൾസ് പീരീഡിൽ പാരലൽ ആയിട്ട് പെർഫോം ചെയ്യും. സോ ദേ നീഡ് ഓൺലി വൺ clock pulse period and these are executed parallelly execute ചെയ്യുന്നതാണ് മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ ഒരു മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ഓൾറെഡി ഉണ്ടായിരുന്ന ഇൻഫോർമേഷനെ, രജിസ്റ്ററിലെ ഇൻഫോർമേഷനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാകാം, ഓറൽസ് കറസ്പോണ്ടിങ് ഇൻഫോർമേഷനെ ഒരു രജിസ്റ്ററിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകാം. സോ ദ റിസൾട്ട് ഓഫ് എ മൈക്രോ ഓപ്പറേഷൻ ക്യാൻ ബി റീപ്ലേസിംഗ് ഓർ എ ട്രാൻസ്ഫറിംഗ്. ഇതിന് മൈക്രോ ഓപ്പറേഷനുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷിഫ്റ്റ് ഓപ്പറേഷൻസ്, അഡീഷൻ ഓപ്പറേഷൻസ് ഓർ ക്ലിയർ ഓപ്പറേഷൻസ് ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ബേസിക് ആയിട്ടുള്ളത്. നെക്സ്റ്റ് തിങ്, ഒരു സീരിയൽ കമ്പ്യൂട്ടറിൽ മൈക്രോ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ക്ലോക്ക് പൾസിലാണ് നടക്കുന്നത്. ബട്ട് സപ്പോസ് ഇൻ കേസ് ഓഫ് എ സീരിയൽ കമ്പ്യൂട്ടർ, ആ കറസ്പോണ്ടിങ് കമ്പ്യൂട്ടറിന്റെ വേർഡ് ടൈമിന്റെ അനുസരിച്ചാണ് നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് വേണ്ടി വരുന്നത്. സീരിയൽ കമ്പ്യൂട്ടറിൽ നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് വേണ്ടി വരുന്നത് അതിന്റെ വേർഡ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് തിങ്, മൈക്രോ ഓപ്പറേഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് രജിസ്റ്ററിൽ സ്റ്റോർ ആയിരിക്കുന്ന ഡേറ്റയുടെ ടൈപ്പിനെ അനുസരിച്ചാണ്. ആൻഡ് അഗൈൻ ദിസ് മൈക്രോ ഓപ്പറേഷൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻ രജിസ്റ്ററിൽ സ്റ്റോർ ആയിരിക്കുന്ന ടൈപ്പ് ഓഫ് ഡേറ്റനെ ഡിപ്പെൻഡ് ചെയ്യും. സോ രജിസ്റ്ററിലെ ബൈനറി ഇൻഫോർമേഷൻ, നൗ വി ഹാവ് ടു ഡീൽ വിത്ത് ദ ബൈനറി ഇൻഫോർമേഷൻ ഇൻ രജിസ്റ്റർ. അത് ബേസിക്കലി 3 കാറ്റഗറിയിലുണ്ട്. കാറ്റഗറി ഓഫ് ഡേറ്റയാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ക്യാൻ ബി എ ന്യൂമറിക്കൽ ഡേറ്റ. ഈ ന്യൂമറിക്കൽ ഡേറ്റ എന്ന് പറയുന്നത് ബൈനറി നമ്പേഴ്സ് ആവാം, zeros and ones ഉള്ള ബൈനറി നമ്പേഴ്സ്, ബൈനറി കോഡഡ് ഡെസിമൽ ആവാം. ആൻഡ് ദീസ് ആർ ഓൾ ഫോർ ദ പർപ്പസ് ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ വന്നിട്ട് നോൺ ന്യൂമറിക്കൽ ഡേറ്റ ആവാം. നമ്മളിപ്പോൾ ആൽഫ ന്യൂമറിക്കൽ കോഡ്സ് ഒക്കെ കാണുന്നില്ലേ, അതാവാം. സോ ഇതിനൊരു എക്സാമ്പിൾ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആവാം. തേർഡ് വൺ വന്നിട്ട് ഇൻസ്ട്രക്ഷൻസ്, നമ്മുടെ പ്രോഗ്രാംസിലെ ഇൻസ്ട്രക്ഷൻസ് ആവാം. സോ ഇൻസ്ട്രക്ഷൻ കോഡ് ആവാം. അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഏതെങ്കിലും അഡ്രസ്സിനെ ഡിനോട്ട് ചെയ്യാനാണ്. സോ ഇറ്റ് ക്യാൻ ബി അഡ്രസ്സസ്. അല്ലെങ്കിൽ ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽസ്, കൺട്രോൾ ഇൻഫർമേഷനും ആകാം. സോ ഈ ടൈപ്പ് ഓഫ് ഡേറ്റനെ ഡിപ്പെൻഡ് ചെയ്താണ് ആക്ച്വലി മൈക്രോ ഓപ്പറേഷൻ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. ഈ
ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണോ രജിസ്റ്ററിലുള്ളത് അതനുസരിച്ചായിരിക്കും മൈക്രോ ഓപ്പറേഷൻ പെർഫോം ആവുന്നത്. നൗ ഡിജിറ്റൽ സിസ്റ്റത്തിലെ ടൈപ്പ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ്. ഡിജിറ്റൽ സിസ്റ്റത്തിൽ ടൈപ്പ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ആണ് ഇനി നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് തിങ് തന്നെ നമ്മൾ കാണാൻ പോകും ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ മൈക്രോ ഓപ്പറേഷൻ ആണ്. ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ മൈക്രോ ഓപ്പറേഷൻ ആണ്. ഫസ്റ്റ് തിങ് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്ഫറിങ് in which we are not making any changes in those content of data. Simple transfer without changing content of the register. അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ട്രാൻസ്ഫർ. സെക്കൻഡ് വൺ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്. അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ട് റിസൾട്ടിനെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്, ഒരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡ് കൈൻഡ് ഓഫ് മൈക്രോ ഓപ്പറേഷൻ ആണ്. അത് ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ അണ്ടറിലാണ് വരുന്നത്. തേർഡ് വൺ ലോജിക് മൈക്രോ ഓപ്പറേഷൻ. ലോജിക് മൈക്രോ ഓപ്പറേഷനിൽ ഇപ്പം നമ്മൾ ആൻഡ് ഓർ അങ്ങനത്തെ ലോജിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യും. ഫോർത്ത് വൺ ഇസ് അബൌട്ട് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിലാണ് ഇത് മെയിൻലി വർക്ക് ചെയ്യുന്നത്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ ഇത് വർക്ക് ചെയ്യും. So these are the basic 4 types of inter-register transfer micro operation: simple transfer, arithmetical operation, logic micro operation, shift micro operation. I hope എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു.